എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് 100 വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. അടൽ സേതു പാലം ഏത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? മണ്ഡോവി നദി. മണ്ഡോവി നദിക്ക് കുറുകെയാണ് അടൽ സേതു പാലം നിർമ്മിച്ചിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിൽ നിന്നുമുള്ള ബ്രിട്ടന്റെ പുറത്തുകടക്കൽ നടപടികൾ അറിയപ്പെടുന്ന പേര് ബ്രെക്സിറ്റ്. ബ്രെക്സിറ്റ് എന്നാണ് യൂറോപ്യൻ യൂണിയനിൽ നിന്നുമുള്ള ബ്രിട്ടന്റെ പുറത്തുകടക്കൽ നടപടികൾ അറിയപ്പെടുന്ന പേര്. ഓക്സിജൻ ഇല്ലാതെ അതിജീവിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയ ആദ്യത്തെ ബഹുകോശ ജീവി ഹെന്നഗുയ സാൽമിനിക്കോള. ഓക്സിജൻ ഇല്ലാതെ അതിജീവിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയ ആദ്യത്തെ ബഹുകോശ ജീവിയാണ് ഹെന്നഗുയ സാൽമിനിക്കോള. കായികരംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന ലോറിയസ് സ്പോർട്സ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കറാണ് കായികരംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന ലോറിയസ് സ്പോർട്സ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. മയക്കുമരുന്നുകളുടെ വിതരണത്തെക്കുറിച്ച് പോലീസിന് രഹസ്യവിവരം കൈമാറുന്നതിനുള്ള മൊബൈൽ ആപ്പ് യോദ്ധാവ്. യോദ്ധാവ് എന്ന മൊബൈൽ ആപ്പാണ് മയക്കുമരുന്നുകളുടെ വിതരണത്തെക്കുറിച്ച് പോലീസിന് രഹസ്യവിവരം കൈമാറുന്നതിനുള്ള മൊബൈൽ ആപ്പ്. ബഹിരാകാശത്ത് ഏറ്റവും നീണ്ടകാലം ഒറ്റയ്ക്ക് ചിലവഴിച്ച വനിത ക്രിസ്റ്റീന കോച്ച്. ചിലവഴിച്ചത് 328 ദിവസമാണ്. ക്രിസ്റ്റീന കോച്ചാണ് ബഹിരാകാശത്ത് ഏറ്റവും നീണ്ടകാലം ഒറ്റയ്ക്ക് ചിലവഴിച്ച വനിത. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ സിനിമകൾ എഡിറ്റ് ചെയ്തതിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ വ്യക്തി എ ശ്രീകർ പ്രസാദ്. 17 ഭാഷകളിലാണ് അദ്ദേഹം സിനിമകൾ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. എ ശ്രീകർ പ്രസാദാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ സിനിമകൾ എഡിറ്റ് ചെയ്തതിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ വ്യക്തി. പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ആരാണ്? വിനോദ് കുമാർ ശുക്ല. വിനോദ് കുമാർ ശുക്ലയാണ് പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത്. ജൈവ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച വെബ് പോർട്ടൽ ജൈവിക് ഖേത്തി. ജൈവിക് ഖേത്തിയാണ് ഓർഗാനിക് പ്രൊഡക്ട്സിന് ജൈവോൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച വെബ് പോർട്ടൽ. ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹാമത്സ്യമായ നിയോലി സോജിലസ് പ്നാറിനെ കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം മേഘാലയ. ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹാമത്സ്യമായ നിയോലി സോജിലസ് പ്നാറിനെ കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് മേഘാലയ. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത വാഹന രജിസ്ട്രേഷൻ കാർഡ് സംവിധാനം ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത വാഹന രജിസ്ട്രേഷൻ കാർഡ് സംവിധാനം ആരംഭിച്ച സംസ്ഥാനം. സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതിയായ ലൈഫ് മിഷന്റെ ലക്ഷ്യം സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷ. സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതിയായ ലൈഫ് മിഷന്റെ ലക്ഷ്യം. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? മൻപ്രീത് സിംഗ്. മൻപ്രീത് സിംഗ് ആണ് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. VP മേനോൻ ദി അൺസങ് ആർക്കിടെക്റ്റ് ഓഫ് മോഡേൺ ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? നാരായണി ബസു. VP മേനോൻ ദി അൺസങ് ആർക്കിടെക്റ്റ് ഓഫ് മോഡേൺ ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് നാരായണി ബസു. മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 21. ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ അക്കാദമിക് മികവിനോടൊപ്പം സാമൂഹിക മികവ് വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനും ഉതകുന്ന തരത്തിൽ മെന്ററിംഗ് നടത്തുന്ന കേരള സർക്കാർ പദ്ധതി സഹിതം. സഹിതം പദ്ധതിയാണ് കുട്ടികളുടെ അക്കാദമിക് മികവിനോടൊപ്പം സാമൂഹിക മികവ് വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനും ഉതകുന്ന തരത്തിൽ മെന്ററിംഗ് നടത്തുന്ന കേരള സർക്കാർ പദ്ധതി. തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് അക്കോൺകാഗ്വോ കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ബാലിക കാമ്യ കാർത്തികേയൻ. കാമ്യ കാർത്തികേയനാണ് തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട്
അക്കോൺകാഗ്വോ കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ബാലിക. 12 വയസ്സുള്ളപ്പോഴാണ് കാമ്യ കാർത്തികേയൻ്റെ ഈ നേട്ടം. ന്യൂഡൽഹിയിലെ പ്രവാസി ഭാരതീയ കേന്ദ്രത്തിൻ്റെ പുതിയ പേരെന്താണ്? സുഷമ സ്വരാജ് ഭവൻ. സുഷമ സ്വരാജ് ഭവൻ എന്നതാണ് ന്യൂഡൽഹിയിലെ പ്രവാസി ഭാരതീയ കേന്ദ്രത്തിൻ്റെ പുതിയ പേര്. ചെസ് ടൂർണമെൻറ്റുകളെ യാത്രാ, കാഴ്ചകൾ, സാംസ്കാരിക അനുഭവങ്ങൾ എന്നിവയുമായി സമന്വയിപ്പിക്കുന്ന ചെസ് ഹൗസ് ബോട്ട് എന്ന ഒരു സവിശേഷവും ആവേശകരവുമായ ടൂറിസം പരിപാടി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളം. കേരളമാണ് ചെസ് ടൂർണമെൻറ്റുകളെ യാത്രാ, കാഴ്ചകൾ, സാംസ്കാരിക അനുഭവങ്ങൾ എന്നിവയുമായി സമന്വയിപ്പിക്കുന്ന ചെസ് ഹൗസ് ബോട്ട് എന്ന ഒരു സവിശേഷവും ആവേശകരവുമായ ടൂറിസം പരിപാടി ആവിഷ്കരിച്ച സംസ്ഥാനം. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം. തലസ്ഥാനങ്ങൾ വിശാഖപട്ടണം, അമരാവതി കൂടാതെ കുർണൂൽ. ഏറ്റവും വലിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കർണാടക. കർണാടകയാണ് ഏറ്റവും വലിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക് പാക് കടലിടുക്ക്, പാക് സ്ട്രെയ്റ്റ്. പാക് കടലിടുക്കാണ് ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക്. ചെടികൾ പുഷ്പിക്കുവാനുള്ള കാലദൈർഘ്യം കുറയ്ക്കുന്നതിനായി സസ്യഭാഗങ്ങളെ ശീതീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്ന രീതി വേർണലൈസേഷൻ. ചെടികൾ പുഷ്പിക്കുവാനുള്ള കാലദൈർഘ്യം കുറയ്ക്കുന്നതിനായി സസ്യഭാഗങ്ങളെ ശീതീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്ന രീതിയാണ് വേർണലൈസേഷൻ. രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങൾ അറിയപ്പെടുന്നത് വിഷുവങ്ങൾ. വിഷുവങ്ങൾ എന്നാണ് രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങൾ അറിയപ്പെടുന്നത്. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ജയ്പൂർ. ജയ്പൂറാണ് പിങ്ക് സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരം. പ്രസാർ ഭാരതി സ്ഥാപിതമായ വർഷം 1997 നവംബർ 23. 1997 നവംബർ 23 പ്രസാർ ഭാരതി സ്ഥാപിതമായത്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ആരംഭിച്ച FM സർവീസ് ഗ്യാൻവാണി. ഗ്യാൻവാണിയാണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ആരംഭിച്ച FM സർവീസ്. കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ് കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം. പാകമാകുവാൻ ഏറ്റവും കുറച്ച് ദിവസങ്ങൾ മാത്രം ആവശ്യമായിട്ടുള്ള നെല്ലിൻ്റെ ഇനം ഞവര. ഞവരയാണ് പാകമാകുവാൻ ഏറ്റവും കുറച്ച് ദിവസങ്ങൾ മാത്രം ആവശ്യമായിട്ടുള്ള നെല്ലിനം. ഓക്സിജൻ്റെ ആറ്റോമിക സംഖ്യ 8. 8 ഓക്സിജൻ്റെ ആറ്റോമിക സംഖ്യ. ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് ദേവഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനം. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ജയിൽ ലാഹോർ സെൻട്രൽ ജയിൽ. ലാഹോർ സെൻട്രൽ ജയിലാണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ജയിൽ. ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ. ആൻറ്റി ഡ്യൂററ്റിക് ഹോർമോൺ ADH. വാസോപ്രസിനാണ് ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ. ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി. ഈഴവ മെമ്മോറിയലിൽ ഒപ്പിട്ടവരുടെ എണ്ണം 13,176. ഈഴവ മെമ്മോറിയലിൽ ഒപ്പിട്ടവർ 13,176 പേരാണ്. കേരള സംസ്ഥാന രൂപീകരണ സമയത്തെ ആക്ടിംഗ് ഗവർണർ ആയിരുന്നത് PS റാവു. PS റാവു ആയിരുന്നു കേരള സംസ്ഥാന രൂപീകരണ സമയത്തെ ആക്ടിംഗ് ഗവർണർ. ഫുട്ബോളിൻ്റെ ആകൃതിയിലുള്ള കാർബണിൻ്റെ രൂപാന്തരം ഫുള്ളറിൻ. ഫുള്ളറിനാണ് ഫുട്ബോളിൻ്റെ ആകൃതിയിലുള്ള കാർബണിൻ്റെ രൂപാന്തരം. ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം സീബം. സീബമാണ് ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. സൂര്യന് ചുറ്റും ഒരു പൂർണ്ണ പരിക്രമണം പൂർത്തിയാക്കുവാൻ ശുക്രൻ എടുക്കുന്ന ഏകദേശ ഭൗമദിനങ്ങൾ എത്രയാണ്? 224 ദിവസങ്ങൾ. സൂര്യന് ചുറ്റും ഒരു പൂർണ്ണ പരിക്രമണം പൂർത്തിയാക്കുവാൻ ശുക്രൻ എടുക്കുന്ന ഏകദേശ ഭൗമദിനങ്ങൾ 224 ദിവസങ്ങളാണ്.
മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. തമിഴ്നാടാണ് മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്ര നദിയാണ്. കൃത്രിമ മഴ പെയ്യിക്കാനായി ഉപയോഗിക്കുന്ന സംയുക്തം സിൽവർ അയഡൈഡ്. സിൽവർ അയഡൈഡ് ആണ് കൃത്രിമ മഴ പെയ്യിക്കാനായി ഉപയോഗിക്കുന്ന സംയുക്തം. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം എയ്ഡ്സ്. എയ്ഡ്സ് ആണ് സ്ലിം ഡിസീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ. പാമ്പാർ നദിയാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി. ഒരു നിശ്ചിത സ്ഥലത്ത് അനുഭവപ്പെടുന്ന വായുവിൻ്റെ ഭാരം അന്തരീക്ഷമർദ്ദം. ഒരു നിശ്ചിത സ്ഥലത്ത് അനുഭവപ്പെടുന്ന വായുവിൻ്റെ ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. ചുവന്ന രക്താണുക്കളുടെ ആയുസ് എത്രയാണ്? 120 ദിവസം. ചുവന്ന രക്താണുക്കളുടെ ആയുസ് 120 ദിവസമാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അറിയപ്പെടുന്നത് അപവർത്തനം എന്നാണ്. മഞ്ഞു തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന കാറ്റ് ചിനൂക്ക്. ചിനൂക്കാണ് മഞ്ഞു തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന കാറ്റ്. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം വെള്ളി. വെള്ളിയാണ് വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക്. സിങ്ക് ആണ് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. പെട്രോളിയം രൂപം കൊള്ളുന്ന ശില അവസാദശില. സെഡിമെൻ്ററി റോക്സ്. അവസാദശിലയിലാണ് പെട്രോളിയം രൂപം കൊള്ളുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം ജുഗ്നു. ജുഗ്നു ആണ് ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം 1951. 1951 ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത്. വൈറ്റ് ടാർ എന്നറിയപ്പെടുന്നത് നാഫ്തലീൻ. നാഫ്തലീനാണ് വൈറ്റ് ടാർ എന്നറിയപ്പെടുന്നത്. കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി. ഇടുക്കിയാണ് കുടിയേറ്റക്കാരുടെ ജില്ല എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ബേക്കലൈറ്റ്. ബേക്കലൈറ്റ് ആണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം 1954. 1954 ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം ജീവകം കെ. ജീവകം കെ ആണ് രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഒഡീസി. ഒഡീസിയാണ് ചലിക്കുന്ന ശില്പം എന്ന പേരിൽ അറിയപ്പെടുന്ന നൃത്തരൂപം. ആണി ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം ആവേഗബലം. ആണി ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം അറിയപ്പെടുന്നത് ആവേഗബലം എന്നാണ്. ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം അയഡിൻ. അയഡിനാണ് ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം. ലോകത്തിലെ ഏറ്റവും ചെറിയ പശു ഇനം വെച്ചൂർ പശു. കേരളത്തിലെ വെച്ചൂർ പശു എന്ന ഇനമാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പശു ഇനം. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്നത് ഹരിയാന. ഹരിയാനയാണ് ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്നത്. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലനോളജി. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനമാണ് സെലനോളജി. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ചെറുതോണി. ചെറുതോണി ഡാമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം. വാക്വം ട്യൂബിൻ്റെ ഏറ്റവും ലളിതമായ രൂപം ഡയോഡ്. ഡയോഡാണ് വാക്വം ട്യൂബിൻ്റെ ഏറ്റവും ലളിതമായ രൂപം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നതായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര്. ജലത്തിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അനുപാതം 2:1. 2:1 ജലത്തിലെ
ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അനുപാതം. കാറ്റിനെക്കുറിച്ചുള്ള പഠനം അനിമോളജി. കാറ്റിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അനിമോളജി എന്നാണ്. കോട്ടുക്കൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കോട്ടുക്കൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് പെരിയാർ നദിയിലാണ്. ഇന്ത്യൻ പത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് ഇന്ത്യൻ പത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് ആണ് മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം. റാവു സാഹിബ് എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലനാണ് റാവു സാഹിബ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ. ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നറിയപ്പെടുന്നത് താർ മരുഭൂമി. താർ മരുഭൂമിയാണ് ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നറിയപ്പെടുന്നത്. മഹാഭാരതം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് മഹാഭാരതം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാനുള്ള യൂണിറ്റ് പാർസെക്. പാർസെക് ആണ് ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാനുള്ള യൂണിറ്റ്. കേരള കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം GV രാജ പുരസ്കാരം. GV രാജ പുരസ്കാരമാണ് കേരള കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം. തക്കാളി, വാഴപ്പഴം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ്. ഓക്സാലിക് ആസിഡാണ് തക്കാളി, വാഴപ്പഴം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. സ്പീഡ് പോസ്റ്റ് ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1986. 1986 സ്പീഡ് പോസ്റ്റ് ഇന്ത്യയിൽ നിലവിൽ വന്നത്. സാന്താൾ ഏത് സംസ്ഥാനത്തെ ആദിവാസി വിഭാഗമാണ്? ജാർഖണ്ഡ്. ജാർഖണ്ഡ് സംസ്ഥാനത്തിലെ ആദിവാസി വിഭാഗത്തിൻ്റെ പേരാണ് സാന്താൾ. ഏറ്റവും കൂടുതൽ തദ്ദേശ ഭാഷകളുള്ള ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശാണ് ഏറ്റവും കൂടുതൽ തദ്ദേശ ഭാഷകളുള്ള ഇന്ത്യൻ സംസ്ഥാനം. കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗത അളക്കുവാനുള്ള യൂണിറ്റ് മിക്കി. മിക്കിയാണ് കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗത അളക്കുവാനുള്ള യൂണിറ്റ്. ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിച്ച വർഷം 1963. 1963 ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിച്ചത്. രണ്ടാം മൂഴം എന്ന നോവൽ രചിച്ചത് MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായരാണ് രണ്ടാം മൂഴം എന്ന നോവൽ രചിച്ചത്. കോശമസ്തിഷ്കം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ആണ് കോശമസ്തിഷ്കം എന്ന് അറിയപ്പെടുന്നത്. ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥ അറിയപ്പെടുന്നത് അനോസ്മിയ. അനോസ്മിയ എന്നാണ് ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥ അറിയപ്പെടുന്നത്. റഡാറിൻ്റെ പൂർണ്ണരൂപം റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. റഡാർ എന്നതിൻ്റെ പൂർണ്ണരൂപമാണ് റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. പുതിയ 200 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സാഞ്ചി സ്തൂപം ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബുദ്ധമതം. പുതിയ 200 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സാഞ്ചി സ്തൂപം ബുദ്ധമതവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ ആദ്യത്തെ തൊഴിലാളി യൂണിയൻ സ്ഥാപിച്ചത് ആരാണ്? PK ബാവ. PK ബാവയായിരുന്നു കേരളത്തിൽ ആദ്യത്തെ തൊഴിലാളി യൂണിയൻ സ്ഥാപിച്ചത്. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം 1924. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയത് 1924 ആരുടെ രചനയാണ്? പ്രിസൺ ഡയറി. ജയപ്രകാശ് നാരായണൻ. ജയപ്രകാശ് നാരായണൻ്റെ രചനയാണ് പ്രിസൺ ഡയറി. വർണ്ണാന്ധതയുള്ള ആളിന് തിരിച്ചറിയാൻ പറ്റാത്ത നിറങ്ങൾ പച്ച, ചുവപ്പ്. വർണ്ണാന്ധതയുള്ള ആളിന് തിരിച്ചറിയാൻ പറ്റാത്ത നിറങ്ങൾ പ്രധാനമായും പച്ചയും ചുവപ്പുമാണ്. സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡാണ് സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡ്. ഇടമലക്കുടി ഗവൺമെൻറ് ട്രൈബൽ LP സ്കൂളിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഇടമലക്കുടി മേഖലയിൽ താമസിക്കുന്ന മുതുവാൻ ഗോത്ര സമൂഹത്തിൻ്റെ തനതായ ഭാഷാഭേദം രേഖപ്പെടുത്തുകയും വിവർത്തനം ചെയ്യുകയും ചെയ്യുന്ന നിഘണ്ടു മലയാളം മുതുവാൻ ഭാഷാ നിഘണ്ടു. ഇടമലക്കുടി ഗവൺമെൻറ്
ട്രൈബൽ LP സ്കൂളിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഇടമലക്കുടി മേഖലയിൽ താമസിക്കുന്ന മുതുവാൻ ഗോത്ര സമൂഹത്തിൻ്റെ തനതായ ഭാഷാഭേദം രേഖപ്പെടുത്തുകയും വിവർത്തനം ചെയ്യുകയും ചെയ്യുന്ന നിഘണ്ടുവാണ് മലയാളം മുതുവാൻ ഭാഷ നിഘണ്ടു. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.